ഈ തുരങ്കപാത ഉണ്ടല്ലോ, വേണോ വേണ്ടേ എന്നുള്ള രണ്ട് അഭിപ്രായത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. നമ്മളെ കമൻറ്റിൽ തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കണ കണ്ടു. അപ്പം ഞാനന്ന് എൻ്റെ ആ അപകടം നടന്ന സമയത്ത് തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തുരങ്കപാതയുടെ അപ്ഡേഷൻ കേട്ടോ. തുരങ്കപാതയുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരങ്കപാതയുടെ വർക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ് ചെയ്യാത്തവരൊക്കെ ചെയ്താളി കേട്ടോ. ഇജോടെ പോണത് ഇജവിടെ നിന്നോ ചേർക്കണ എന്താ. അപ്പോൾ നമ്മൾ ആനക്കാമ്പൊയിൽ ഭാഗത്താണുള്ളത്. ആനക്കാമ്പൊയിൽ ഭാഗത്ത് തുരങ്കം തുളച്ച് ഇവിടെ ഒരു പ്രശ്നമില്ല ഇനി. അപ്പം ഇവിടെയും വർക്ക് മൊത്തം നിർത്തി വെച്ച കാഴ്ച കേട്ടോ. ഇവിടുത്തെ ജോലിക്കാർ മൊത്തം പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ മേപ്പാടി കള്ളാടി ഭാഗത്ത് ഇടിഞ്ഞ സമയത്ത് ഇവിടെയും വർക്ക് നിർത്തി വെച്ചതാണ്. ഇപ്പോൾ അതാ നമ്മുടെ ഒരു തുരങ്കം 100 മീറ്ററോളം തുളച്ച് കഴിഞ്ഞതാണ്. ഇത് ഏകദേശം ഒരു 10 മീറ്ററോളം ഇതും തുളച്ചിട്ടുണ്ട്. രണ്ടിൻ്റെ എൻട്രൻസും കറക്റ്റ് റൗണ്ടിലൊക്കെ ആക്കി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങനെ തുളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ഭാഗം തുളച്ചങ്ങനെ പോവുകയിനി. പക്ഷേ അവിടെ മേപ്പാടി കള്ളാടി ഭാഗത്ത് തുരങ്കം തുളയ്ക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചു. നമ്മുടെ ജോലിക്കാരൊക്കെ താമസിച്ചിരുന്ന ഏരിയ കേട്ടോ. ഒക്കെ അവിടെ ശൂന്യമായി കിടക്കുകയാണ്, ആരുമില്ല. എല്ലാവരും നാട്ടിലേക്ക് പോയി നാട്ടോ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ സെക്യൂരിറ്റി നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടോ. അവർ ഫുള്ള് ആൾക്കാരെ ഒറ്റ ആൾക്കാരും ഇങ്ങോട്ട് വിടുന്നില്ല കേട്ടോ. അവിടെ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. താമസിക്കില്ല, അവിടെ ഒരുപാട് ഇവിടുത്തെ നാട്ടുകാരുടെ ഏരിയ സ്ഥലമൊക്കെ ഉള്ളൊരു ഏരിയയാണ് അതൊക്കെ. അവിടേക്ക് പോലും ആളെ വിടില്ല എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. 100-ലേറെ ജോലിക്കാരിപ്പം നാട്ടിലേക്ക് പിടുത്തം വിട്ടിട്ടുണ്ട്. ഇപ്പം ഇനി ഇവിടുത്തെ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. സെക്യൂരിറ്റി ഒരു 6 സെക്യൂരിറ്റി ഉണ്ട് പോലെ ഇവിടെ. 3 ആൾ രാത്രിയിലും 3 ആൾ പകലും. അങ്ങനെയാണ് ഇവിടെ ഷിഫ്റ്റായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. വേറെ ആരുമില്ല ഇവിടെ. ഈ ഭാഗത്തു കൂടി കേട്ടോ നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ആനകളൊക്കെ ഇറങ്ങി വരുന്നൊരു ഏരിയയാണ് ഈ രാത്രിയിൽ. ഞാൻ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു, എല്ലാ ആനകളൊക്കെ വരുന്നുണ്ടോ. ആനകൾ ഇതുവരെ ഈ ഏരിയ വരെ വന്നത് അവർ കണ്ടതാണ് പറഞ്ഞത്. അത് രാത്രിയിലാണ് വരിക. അതുകൂടാതെ പണ്ട് പുലികളൊക്കെ ഇറങ്ങിയ സ്ഥലമായിരുന്നു. ഒറ്റക്കൊക്കെ കൊണ്ട് വരിക എന്നുണ്ടെങ്കിൽ റിസ്ക് കേട്ടോ. അപ്പോൾ മനുഷ്യനൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെയും കൂട്ടിയിട്ടാണ് വന്നത്. ഏതായാലും ഓന് തുരങ്കപാത കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ റിയാസ് ആണ് നമ്മുടെ ചങ്കിൻ്റെ പേര്. ഏതായാലും തുരങ്കപാത കണ്ട സന്തോഷത്തിലാണ്. ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു യാത്ര തന്നെ കേട്ടോ. ഇപ്പോഴും ഞാനിപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് 2 ബൈക്കിൽ 4 ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് പോകുന്നത് കണ്ടു. ഓ, ഈ മലക്ക് എന്തോ ഒരു ഉയരം അറിയാം. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ളതുണ്ട് അല്ലേ. അടുത്ത് നടന്നതല്ല, കുറേ മുമ്പ് നടന്നതാണ് അതൊക്കെ ഇടിഞ്ഞ് പോയത്. അവിടെ നിന്ന് ആളുകളില്ലാത്തത് കൊണ്ട്, ആളുകളില്ലയെന്ന് അറിയില്ല, എന്താ സംഭവിച്ചാൽ അറിയില്ല. അത് അവിടെയൊക്കെ ടവറൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇവിടെ റേഞ്ചിനൊന്നൊരു വിഷയമില്ല അവിടെ. അതൊക്കെ ഉഷാറായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പാലം വരാനുള്ളത്. പാലത്തിൻ്റെ വർക്കും ഒന്നും നടക്കുന്നില്ല. എല്ലാവരും പിടുത്തം വിട്ടു. ഇത് പാലത്തിൻ്റെ വർക്ക് വേറെ ടീമിനാണ്. അവരും പിടുത്തം വിട്ടു. ഇനി ഏതായാലും തുരങ്കമില്ലാതെ പാലം ഉണ്ടാക്കിയൊരു കാര്യമില്ലല്ലോ. അപ്പം 3 മാസത്തിൻ്റെ ഉള്ളിൽ തുടങ്ങുമെന്നാണ് ഞാൻ അന്ന് അവിടെ മേപ്പാടി കള്ളാടി പോയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് അവരുടെ ഒരു കെയർ ഓഫ് തന്നെ അറിഞ്ഞതാട്ടോ. ഇവിടെ എത്തിയാലും എനിക്കതാണ് അറിയാൻ കഴിഞ്ഞത്. 3 മാസത്തിൻ്റെ ഉള്ളിൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരള സർക്കാരിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഓർഡർ, അതിനു വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ആ ഓർഡർ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും ജോലിക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ജോലിയൊക്കെ കൊണ്ട് ആരംഭിക്കും. പിന്നെ നമ്മുടെ ഈ തുരങ്കപാത ഉണ്ടല്ലോ, വേണോ വേണ്ടേ എന്നുള്ള രണ്ട് അഭിപ്രായത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. നമ്മളെ കമൻറ്റിൽ തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കണ കണ്ടു.
അപ്പം ഞാനന്ന് എൻ്റെ ആ അപകടം നടന്ന സമയത്ത് തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ, തുരങ്കപാത ഇവിടെ എന്തൊക്കെ ആയാലും വർക്ക് ആരംഭിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ സർക്കാരിൻ്റെ കയ്യിലാണ്, പക്ഷേ നമ്മളെ ആഗ്രഹം നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഈ തുരങ്കപാത നിർമ്മിച്ചില്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഒരു ബദൽപാത നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരം ഒക്കെ ഭയങ്കര ബ്ലോക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നിർമ്മിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ഇവിടെ ആളുകളൊക്കെ വന്ന് ഒരു ഓഫീസർമാരൊക്കെ ഇവിടെ നിന്ന് ഇന്നലെ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ ഒക്കെ ചെക്കിംഗ് ഒക്കെ നടത്തിയിരുന്നു. അന്ന് അവരോട് ഇവിടുത്തെ നാട്ടുകാർ തന്നെ മൊത്തം പറഞ്ഞത് തുരങ്കപാത വേണമെന്നുള്ളത്. അതുപോലെ വയനാട്ടിലുള്ള ആളുകളും ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വേണമെന്നാണ്. പിന്നെ വേണ്ടാന്ന് പറയുന്ന ആളുകൾ എവിടെയുള്ള ആൾക്കാരാണെന്നുള്ളത് അറിയില്ല. അതൊക്കെ നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ആളുകളാട്ടോ. അതും കുറേയേറെ കാര്യങ്ങളൊക്കെ അതിലും ഉണ്ടാവും. ഏതായാലും ഇത് ഫുള്ള് നല്ല കരിമ്പാറയാണ്. നമ്മുടെ നാട്ടം ടെക്നോളജി, നമ്മുടെ ബൂമർ മെഷീനൊക്കെ അവിടെ പോയി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ, ഡ്രില്ല് ചെയ്ത് തുളച്ചെടുക്കുന്ന പരിപാടിയായിരുന്നല്ലോ. അപ്പം അത് മാറ്റിയിട്ട് നമ്മളെ DBN മെഷീൻ കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് അതാ സംശയം ചോദിച്ചിരുന്നത്, ആ ഒരു ഹോൾസ് കണ്ടില്ല അതിൻ്റെ റൗണ്ട്, അത് മൊത്തത്തിൽ ഇങ്ങനെ തുളച്ചു പോകുന്ന ആ ഒരു പരിപാടി, അതാണ് DBN ടെക്നോളജി. അത് വന്നിട്ട് തുളയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. ഇനി അത് മാത്രമല്ല, ഇത് 100-300 മീറ്റർ ഹൈറ്റുള്ള മലയാണ്. അതിൻ്റെ അടിയിൽ കൂടി ഇവിടുന്ന് ചെറിയൊരു പൊട്ടലൊന്നും വിചാരിച്ച് മലക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒക്കെ ഒരു കരുതൽ കേട്ടോ, എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം. അപ്പം നാട്ടം ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയമെടുക്കും, 5 വർഷത്തോളം എടുക്കും. നമ്മുടെ DBN ടെക്നോളജി വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം ഒരു 1.5 വർഷം കൊണ്ട് വർക്ക് പൂർത്തിയാവട്ടോ. അപ്പോൾ അതും സർക്കാരും കമ്പനിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ടെക്നോളജി വരുന്നുണ്ട്, സംഭവം ഉഷാറായിട്ടോ. അങ്ങനെയാണെങ്കിൽ വർക്ക് പെട്ടെന്ന് തീരും ചെയ്യും. ഒരു ബദൽപാത സംഭവം ഉഷാറായി വരികയാണെങ്കിൽ അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആനക്കാമ്പൊയിൽ പുല്ലൂരമ്പാറ ഭാഗത്തേക്ക് 10 കിലോമീറ്ററോളം ഇറങ്ങാണ്ട് കേട്ടോ. നല്ലൊരു കയറ്റം തന്നെയാണ്. കയറ്റത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ റോഡുണ്ടല്ലോ, നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് വലിയൊരു അപകട ഭീഷണി ഇല്ലാത്ത റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന റോഡുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു സേഫ് പാതയായി മാറും. കയറ്റത്തിനൊരു കുറവുണ്ടാവില്ല. താമരശ്ശേരി ഭാഗത്തുനിന്ന് കയറ്റം കുറയുമെന്ന് പറയുന്ന ആൾക്കാർ അത് വെറുതെ പറയാം കേട്ടോ. ഒരു 5-8 കിലോമീറ്റർ നിങ്ങൾ കയറി തന്നെ പോരണം, ഒരു 3-4 എയർപിൻ വളവുകളും കഴിഞ്ഞ് പോരണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി കേട്ടോ. അടിപൊളിയായിട്ട് അത് തുരങ്കപാത വേണോ വേണ്ട എന്നുള്ള അഭിപ്രായങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ള നമുക്ക് നോക്കാമല്ലോ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഏതായാലും നിങ്ങൾ എന്നെ ചീത്ത വിളിക്കണ്ട, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. തുരങ്കപാത വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതായത് ഇതിൻ്റെ ഈ റോഡിൻ്റെ വർക്ക് 2 വരിപ്പാതൻ്റെ 12 മീറ്റർ വീതിയിലുള്ള റോഡിൻ്റെ വർക്ക് നമ്മുടെ ഊരാളുങ്കലായിട്ട് എടുക്കുന്നത്. ഊരാളുങ്കൽ അവരിപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്. അതിനിപ്പോൾ തുരങ്കപാത വന്നില്ലെങ്കിലും ഇവിടുത്തെ നാട്ടുകാർക്ക് ആ റോഡ് ഇവിടേക്ക് അത്യാവശ്യം കേട്ടോ. റോഡൊക്കെ ഇവിടത്തേക്കുള്ള റോഡ് ഇപ്പം വളരെ മോശമാണ്. ഉള്ള ഒരു ആനക്കാമ്പൊയിൽ ഇങ്ങോട്ടേക്ക് വലിയ വീതിയൊന്നും ഇല്ലാത്ത റോഡാണ്. അപ്പം ഇവിടെ ഒരു 2 വരിപ്പാത വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് എന്തായാലും ഉഷാറാവും. അതുകൂടാതെ 3 മാസത്തിന് ശേഷം നമ്മുടെ തുരങ്കപാത ആരംഭിക്കട്ടല്ലേ. ഓക്കെ, അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കപാതയുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.